അമേരിക്കയ്ക്ക് പണം വേണം, പക്ക ബിസിനസ്സാണ്. ഉക്രൈൻ്റെ പണമില്ല, ആ പണം കൊടുക്കാൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മുമ്പിൽ നടത്തിയ പ്രസ്താവനയിലാണ് സെക്രട്ടറി ജനറൽ പറഞ്ഞു, കാരണം അത് ലോജിക്കാണ്. കാരണം അമേരിക്ക ആവശ്യപ്പെടുന്നത് അവർക്ക് വെപ്പൺസ് കൊടുക്കാം, പക്ഷേ അതിൻ്റെ പണം യൂറോപ്യൻ രാജ്യങ്ങൾ തരണം. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്. ഇത് ഏകദേശം നാറ്റോ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലോട്ട് പോവുകയാണ്. അത് മനസ്സിലാക്കുക. റഷ്യയും പോളണ്ടും തമ്മിൽ പ്രശ്നമായി. രണ്ടുപേരുടെ കോൺസുലേറ്റുകൾ, എംബസി എല്ലാം അടച്ചു. ഇവിടെ അമേരിക്കൻ ബേസ് ഉണ്ട്, ഇത് ചുറ്റും അമേരിക്കൻ ബേസ് ഉണ്ട്. ബ്രിട്ടീഷ് ആർമി, അതായത് നേരത്തെ കീറ്റ് സ്റ്റാർമർ പറഞ്ഞിരുന്നു, ഉക്രൈൻ ആവശ്യമുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ആംഡ് ഫോഴ്സ് ഉക്രൈനിലെത്താൻ തയ്യാറാണ്. നേരത്തെ ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. അതായത് നാറ്റോ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മോസ്കോയിൽ ബോംബ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അങ്ങനെ വരുവാണെങ്കിൽ ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം 3-4 പീസായിട്ട് മാറും. കാരണം റഷ്യയെ നേരത്തെ അനുകൂലിച്ചിരുന്ന പല രാജ്യങ്ങളും, അസർബൈജാനാണെങ്കിൽ പല രാജ്യങ്ങളുണ്ട് ആ ഭാഗത്ത് കിടക്കുന്നത്, സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവരൊന്നും ഇപ്പം മോസ്കോയുടെ കയ്യിലല്ല, പുടിൻ്റെ കയ്യിലല്ല.